19 കഴിഞ്ഞ് 24 വന്നപ്പോഴത്തേക്ക് ആക്ച്വലി വോട്ട് പെർസെൻറ്റേജ് ശകലം കുറഞ്ഞു. ആബ്സല്യൂട്ട് വോട്ട്സ് കുറച്ചുകൂടി, പക്ഷേ വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞു. ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ, അന്ന് സോഷ്യലിസ്റ്റ് ഇല്ല, സെക്യുലർ അന്നില്ല, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഉണ്ട്. ഈ കാറ്റഗറി 1 ആൾക്കാർ കൊടുക്കുന്ന റൈറ്റ്സ്, കാറ്റഗറി 3ക്കും അതുപോലെ കുറേ റൈറ്റ്സ് ഉണ്ട്, കാറ്റഗറി 4നും ഉണ്ട്. കാറ്റഗറി 5ൽപ്പെട്ട ഈ രാജ്യത്തെ 90% ആൾക്കാർക്ക് യാതൊരു റൈറ്റ്സും ഇല്ല, യാതൊരു സിറ്റിസൺഷിപ്പും ഇല്ല, യാതൊരു മനുഷ്യത്വം. അതാണ് ഇവരുടെ ടാർഗറ്റ്. ഇവർ പവറിൽ വന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് തിരിച്ച് ഈ സമപൗരത്വത്തിനെയും സമമനുഷ്യത്വത്തിനെയും ഇല്ലാതാക്കും. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ഒരു ആഫ്രിക്കയിൽ ഒരു സെയിങ് ഉണ്ട്. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ വേണുഗോപാൽ, ശ്രീ രാജേഷ്, ബാക്കി ഇവിടെ സന്നിഹിതരായുള്ള മറ്റ് സുഹൃത്തുക്കളെ, എനിക്ക് ഈ യോഗത്തിൽ വന്ന് ഈ ഉണരൂ കേരളം എന്നുള്ള ഒരു സംരംഭത്തിൻ്റെ ആയിട്ടൊരു ഇൻറ്ററാക്ഷൻ, ഒരു അവസരം തന്നതിൽ ഞാൻ നന്ദി പറയുന്നു. ഇതിനു മുമ്പൊരിക്കൽ കോട്ടയത്തും ഞാൻ ഇതേ പേരുള്ള ഒരു മീറ്റിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. രണ്ടിടത്ത് ഞാൻ നമ്മളെല്ലാം പറയുന്നത്, നമ്മളിവിടെ ഒരു ഫ്രണ്ടിനെയോ മറ്റൊരു ഫ്രണ്ടിനെയോ സപ്പോർട്ട് ചെയ്യാനോ ഒപ്പോസ് ചെയ്യാനോ അല്ല. നമ്മൾ ഒരു നിഷ്പക്ഷത സാധ്യമാണോ എന്നറിയില്ല, പക്ഷേ അതിൽ നിന്ന് വിട്ടുനിന്ന് ഇന്ന് ഈ നടക്കുന്ന ഭീകരാവസ്ഥയെ നമ്മൾ എങ്ങനെ കാണുന്നു, ഇലക്ഷൻ എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു അവലോകനത്തിന് ഒരു അവസരമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഇലക്ഷൻ 2-3 ദിവസം 9-ാം തീയതി നടക്കാൻ പോവുകയാണ്, ആക്ച്വൽ വോട്ടെടുപ്പ്. നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു അവസരമാണ്. ഇത്രയും ഇത്രയും ഒരു എൻത്യൂസിയാസം ഇല്ലാത്ത ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ട്രിവാൻഡ്രം വിട്ടു പോയിട്ടില്ല, പക്ഷേ ഇവിടെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് മാറുകയാണ് ഈ ക്യാമ്പയിനിങ് മെത്തഡോളജി. എൻ്റെ അഭിപ്രായത്തിൽ പൂർണ്ണമായി ഇതിനെ ഒരു കോർപ്പറേറ്റ് വൽക്കരിച്ച് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ് ക്യാമ്പയിനിങ്. അപ്പോൾ അതിൻ്റെ ചാനൽസും അതിൻ്റെ മെത്തേഡ്സും ഒക്കെ ഇതിൽ പൊളിറ്റിക്കൽ പാർട്ടി വർക്കേഴ്സിന് വലിയ റോൾ ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ഈ പോസ്റ്ററൊക്കെ കൊണ്ടൊട്ടിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതെല്ലാം കമ്പനികളാണ്. പൊളിറ്റിക്കൽ വർക്കേഴ്സിൻ്റെ പണ്ട് ഉള്ളതുപോലത്തെ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ കാണുന്നില്ല. പൊതുജനങ്ങളുടെ റോൾ വളരെ പാസീവായി മാറിയിരിക്കുന്നു. കോർണർ മീറ്റിംഗ്സ് ഒന്നും പണ്ടതുപോലെ കാണുന്നില്ല. ചില വണ്ടികൾ ഇങ്ങനെ കൊണ്ട് ഓരോ ജംഗ്ഷനിൽ പാർക്ക് ചെയ്തിട്ട് അതിൽ ഡ്രൈവർ പോലും ഇല്ല, രണ്ടാമത്തെ ഒരാൾ പോലും ഇല്ല. എന്തെങ്കിലും ഒരു സീഡിയോ വെച്ചിട്ട് ഒരു ഓട്ടോറിക്ഷയും വെച്ചിട്ട് അതിൽ കുറേ സ്പീക്കറും വെച്ചിട്ട് അതിങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രചരണം ചെയ്യുന്നത് ഓട്ടോറിക്ഷകളും കാറുകളും ഒക്കെയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ജനങ്ങളും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന ഒരു ഏറ്റവും സുപ്രധാനമായ ഒരു പ്രോസസ്സാണ് ഇലക്ഷൻ, തിരഞ്ഞെടുപ്പ്. അതിൽ ജനങ്ങളുടെ ആക്റ്റീവ് വോട്ട് ചെയ്യുക അല്ലാതെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ഈ പ്രക്രിയയും ദുർബലമാണ്. പിന്നെ ഇത് എന്തുകൊണ്ട് നടക്കുന്നു, എന്താണ് ഇവിടെ നടക്കുന്നതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊരു 10-50-100 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ക്ലാരിറ്റി ഉണ്ടാവും എന്താണെന്ന് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എന്ന്. പിന്നെ നമ്മൾ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ എന്നുണ്ടാവും നമുക്കറിയില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് 2026 കഴിഞ്ഞ് നടക്കുന്ന ആദ്യത്തെ സെൻസസ് അനുസരിച്ച് പാർലമെൻറ്റിൻ്റെ സൈസ്, ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് മാറ്റും എന്നുള്ളൊരു പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ഇതുവരെ 71 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ 73 ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോക്സഭയുടെ 543 സീറ്റ് എന്നുള്ള സംഖ്യ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് 26 കഴിഞ്ഞാലുള്ള ആദ്യത്തെ ഇലക്ഷൻ കഴിയുമ്പോൾ അത് മാറാം എന്നൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ആർട്ടിക്കിൾ 82 കൊണ്ടുവന്ന് അതിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ
2021 നടക്കേണ്ട സെൻസസിനെ 2027 സെൻസസ് എന്നാണ് ഇപ്പോഴും തുടങ്ങുന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയാൽ 2027 സെൻസസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് 2026 കഴിഞ്ഞ് നടക്കുന്ന ആദ്യത്തെ സെൻസസ് അനുസരിച്ചാണ് ഇതിൻ്റെ നമ്പർ മാറ്റേണ്ടത്. അപ്പോൾ 11 കഴിഞ്ഞിട്ട് 21 സെൻസസ് നടന്നിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത സെൻസസ് 31 നടക്കുകയുള്ളായിരുന്നു. ആ 31 ആയിരുന്നേനെ 26 കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സെൻസസ്. അപ്പോൾ 31 കഴിഞ്ഞിട്ടേ പാർലമെൻറ്റ് സൈസ് മാറ്റാൻ ഒക്കുകയുള്ളായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, 21 സെൻസസ് നടത്തിയില്ല. എന്നിട്ട് ആദ്യമായി നമ്മുടെ ചരിത്രത്തിൽ 8 സെൻസസ് ബ്രിട്ടീഷുകാരുടെ സമയത്തും അത് കഴിഞ്ഞിട്ട് ഇത് 8ാമത്തെ സെൻസസാണ്. ഓരോ 10 വർഷം ഡെസിനിയൽ സെൻസസ് നടത്തുകയാണ്. അതിനെ മാറ്റി ഈ എന്തുകൊണ്ട് 27 സെൻസസിൻ്റെ ബേസിസിൽ 27 പാർലമെൻറ്റിൻ്റെ സൈസ് മാറ്റും. അതിനിടയ്ക്ക് 1 നേഷൻ 1 വോട്ട് വന്നു കഴിഞ്ഞു. അപ്പം ഈ അസംബ്ലി ഇലക്ഷൻ പോലും ഇത് എത്ര നാൾ ഈ അസംബ്ലിയുടെ ടേം എന്തായിരിക്കും എന്ന് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. ബിക്കോസ് ഈ 27 പുതിയ പാർലമെൻറ്റ് വരുന്നു. അപ്പോൾ അതിൽ റഫ്ലി 10 ലക്ഷം ആൾക്കാർക്ക് ഒരു MP എന്നാണ്. അങ്ങനെയാണെങ്കിൽ 1500 MP വരെ ഉണ്ടാകാം. ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു 1000 MPs കൂടുതൽ ഉണ്ടാകാം. അപ്പോൾ അത് 1500 അല്ലെങ്കിൽ ഒരു 1000. അതുകൊണ്ടാണ് ഈ പുതിയ പാർലമെൻറ്റിൽ ഒരു ഏകദേശം 900 സീറ്റുകളുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ഒരു 1000 MPസിൻ്റെ സൈസായിരിക്കും ഉണ്ടാകുന്നത്. അത് മിക്കവാറും വരാൻ പോകുന്നത് ഈ BJPക്ക് ഏറ്റവും ശക്തമായി സപ്പോർട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്നാണ് അവിടെ വലിയ വർധന വരാൻ പോകുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റ്സിൻ്റെ പ്രൊപ്പോർഷൻ റിലേറ്റീവ്ലി കുറയാൻ പോവുകയാണ്. അപ്പം അത് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ വലിയൊരു സാധ്യത ഈ 27 കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പോൾ ഈ പാർലമെൻറ്റിൻ്റെ പുതിയ സൈസും കോമ്പസിഷൻ വന്നല്ല, ദേ വിൽ നോട്ട് ലൂസ് എനി ടൈം. അപ്പോൾ ഈ ഒരു വളരെ ഒരു ഭീകരാവസ്ഥയിൽ ഞാൻ ഭരണഘടനയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഭരണഘടനയുടെ വിദ്യാർത്ഥിയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വലിയ അറ്റാക്ക് നടക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എതിരെ എല്ലാ വിധത്തിലും കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റി ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരണം എന്നില്ല. അതിൽ ഭേദഗതി വരുത്തി അതിനേക്കാൾ സർവോപരി അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ജുഡീഷ്യറിയിലൂടെ മാറ്റി ഒരു ഹിന്ദു രാഷ്ട്രം കൊണ്ടുവരികയാണ് വ്യാഖ്യാനത്തിലൂടെ. അപ്പോൾ ഈ ജുഡീഷ്യൽ വ്യാഖ്യാനത്തിനെ ഗവൺ ചെയ്യുന്നത് അൺറിട്ടൺ റൂൾസ് ഓഫ് കൺവെൻഷൻസ് ഓഫ് ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷനാണ്. അതെവിടെയും റൂൾസ് ഒരു ഇൻറ്റേർണൽ കൺവെൻഷനാണ്, ഹൗ ടു ഇൻ്റർപ്രറ്റ് ദ ലോ. അപ്പോൾ അതിൽ ഹൗ ടു ഇൻ്റർപ്രറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ലോ ഒരു ഇൻറ്റേർണൽ കൺവെൻഷനാണ്. അതിനെ ലംഘിച്ചുകൊണ്ടാണ് പല ഇൻ്റർപ്രിട്ടേഷൻസ് നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള മൂല്യങ്ങൾ വരേണ്ടതെന്നുള്ള ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പുറത്ത് പോയി ഒരു സോഴ്സിനെയും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഔട്ട്സൈഡ് ദ ലോ ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുമ്പോൾ. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്, വേദങ്ങളെയും ഈ റിലീജിയസ് ബുക്സിനെയൊക്കെ കോട്ട് ചെയ്ത് ജഡ്മെൻറ്റ്സിനെ റാഷണലൈസ് ചെയ്യാണ്, ജസ്റ്റിഫൈ ചെയ്യാണ്. അതൊരു വയലേഷൻ ഓഫ് അൺറിട്ടൺ റൂൾ ഓഫ് ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പോൾ ഈ റിലിജൻ കമ്മിങ് ഇൻ ടു ദി ഗവർണൻസ് ഓഫ് ദി സ്റ്റേറ്റ് ഇൻ എ വെരി ബിഗ് വേ ഇത് നമ്മൾ കാണുന്നു. പിന്നെ നമ്മുടെ അവകാശങ്ങൾ എടുത്ത് കളയുന്നു. നമ്മുടെ പല അവകാശങ്ങളും ഇപ്പോൾ സെക്യൂർ അല്ല. മൈനോറിറ്റീസിൻ്റെ എതിരെ നമ്മൾ തുറന്ന് കാണുന്നു. ഒരുപാട് ഡിസ്ക്രിമിനേഷനും ഒരുപാട് ടാർഗറ്റഡ് ആക്ഷൻസ് എടുക്കുകയാണ്. നമ്മൾ കാണുന്നു ഈ അമ്പലങ്ങളുടെ ചുറ്റും ഈ മൈനോറിറ്റീസിനെ ടാർഗറ്റ് ചെയ്ത് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ റൂൾസ് കൊണ്ടുവരുന്നു, എൻഫോഴ്സ് ചെയ്യുന്നു. അങ്ങനെ എത്രയോ രീതിയിൽ ഹിജാബ് ഇടാൻ പാടില്ല എന്നുള്ള റൂൾസ് കൊണ്ടുവരുന്നു. ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവരെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇസ്ലാമോഫോബിയ വളരുന്നു. ഈ ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു. ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു പല വിധത്തിലും. പിന്നെ ഒരു വൺ നേഷൻ വൺ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമ്പോസിഷൻ ഓഫ് കൾച്ചർ ആൻഡ് ലാംഗ്വേജ്, ഒരു യൂണിഫോം കൾച്ചർ ആൻഡ് ലാംഗ്വേജ് ഒന്നുണ്ടാകുന്നു. അപ്പോൾ വലിയ രീതിയിൽ ഒരു അട്ടിമറി നടക്കുന്നു. അപ്പം നമുക്കിതൊക്കെ നോക്കുമ്പോൾ ഇത് ഏതൊരു വളരെ പവർഫുൾ ഫോഴ്സ്, വലിയ ജനപിന്തുണയോടുകൂടി ഇത് ചെയ്യുന്നു എന്നുള്ളൊരു ധാരണയാണ് നമുക്ക് വരുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എതിരെയുള്ള അറ്റാക്ക് അതെങ്ങനെയാണ്, അത് കുറച്ചുകൂടെ ഡീറ്റെയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു മിനിറ്റ്. അതെ,
കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന് നമ്മൾ ഒരു വലിയൊരു വിഷയമാണ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടതെന്ന് തന്നെ ക്ലാരിറ്റി ഇല്ല. എന്തുകൊണ്ടാണ് നടക്കുന്നതിനെ കുറിച്ചും ക്ലാരിറ്റി ഇല്ല. അപ്പം നമ്മൾ ആദ്യം വേണ്ടത് ഇങ്ങനത്തെ ഫോറംസിൽ നമ്മൾ വന്നിട്ട് ഇതെന്താ നടക്കുന്നതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റിയും ഒരു കൺസെൻസസും നമുക്കുണ്ടാവണം. ബിക്കോസ് ഇതിലൊരു വൈരുദ്ധ്യം നമ്മൾ കാണുന്നത്, ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ കാണുന്നത്, ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വളരെ ശക്തമായിട്ടുള്ള അറ്റാക്സ് നടക്കുന്നു, മറ്റേ സൈഡിൽ നമ്മൾ ആക്ച്വൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് 2004 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ BJP 2014 കഴിഞ്ഞിട്ട് അടുത്ത ഇലക്ഷൻ 19 വോട്ട് കൂടി. 19 കഴിഞ്ഞ് 24 വന്നപ്പോഴത്തേക്ക് ആക്ച്വലി വോട്ട് പെർസെൻറ്റേജ് ശകലം കുറഞ്ഞു. ആബ്സല്യൂട്ട് വോട്ട്സ് കുറച്ചുകൂടി, പക്ഷേ വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റാഗ്നേഷൻ വന്നിരിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ റഫ്ലി 25 കോടി വോട്ട് കിട്ടുന്നു. അതിൽ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. 2019 കഴിഞ്ഞിട്ട്, അതായത് 7 വർഷമായിട്ട് അവർക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ അവർക്ക് ഒക്കുന്നില്ല. ഈ സൗത്തിലും ഈസ്റ്റിലും എക്സ്പാൻഡ് ചെയ്യാൻ ഒക്കുന്നില്ല. അലയൻസിലൂടെ അല്ലാതെ BJPക്കും RSSനും തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫോഴ്സായിട്ട് ഇമർജ് ചെയ്യാൻ ഒക്കുന്നില്ല. അവരിപ്പോൾ തുടങ്ങിയ 10 സ്റ്റേറ്റ്സിൽ നിന്നാണ് അവർ ഏകദേശം 90% MPs വരുന്നത്, റഫ്ലി 10 സ്റ്റേറ്റ്സിൽ നിന്നാണ്. ആ 10 സ്റ്റേറ്റ്സിൻ്റെ ഫുട് പ്രിൻറ്റിൻ്റെ അപ്പുറത്ത് ഇവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ഒക്കുന്നില്ല. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എക്സ്പാൻഡ് ചെയ്യാൻ ഒക്കുന്നില്ല. പുതിയ കയറാൻ ഒക്കാത്ത സ്ഥലങ്ങളിൽ പെനിട്രേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല. ഇവർക്ക് ആകെപ്പാടെ ഉള്ള വോട്ട് 140 കോടി ആൾക്കാരുള്ള ജനങ്ങളിൽ വെറും 25, മാക്സിമം നമുക്ക് കുറച്ച് എക്സ്ട്രാ കൊടുക്കാം, 25 കോടി വോട്ട് വെച്ചിട്ടാണ് ഈ രാജ്യത്തിന് അട്ടിമറിക്കുന്നത്. ഇത് മെജോറിറ്റി വോട്ട്സാണ്, ഇന്ത്യയുടെ ശബ്ദമാണെന്ന് പറയുന്നത് 25, അത് 17% ഈ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ്റെ വെറും 17% വെച്ചിട്ടാണ് ഈ രാജ്യത്തിനെ അട്ടിമറിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ 83% ബാക്കിയുള്ള ആൾക്കാർ ഇതിനെ എന്തുകൊണ്ട് പ്രതിരോധിക്കാൻ ഒക്കുന്നില്ല? വെറും 17% ആൾക്കാർക്ക് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഭരണഘടനയെ, നമ്മുടെ റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാൻ എങ്ങനെ സാധിക്കുന്നു? എന്തുകൊണ്ടാണ് ഇതിൻ്റെ എതിരെ ഒരു നാരറ്റീവ് ഇല്ലാത്തത്? ഇതാണ് വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. വാസ്തവത്തിൽ ഞാൻ പറയുന്നത് വേക്കപ്പ് കേരളത്തിനേക്കാളും വേക്കപ്പ് ഇൻ്റലക്ച്വൽസ്, വേക്കപ്പ് കോൺഗ്രസ്, വേക്കപ്പ് CPM, വേക്കപ്പ് മുസ്ലിം ലീഗ്, 2-3 വലിയ പാർട്ടീസ് കേരളത്തിലുള്ളത്. വേക്കപ്പ് അക്കാഡമിക്സ്, വേക്കപ്പ് ലോയേഴ്സ്, വേക്കപ്പ് ജഡ്ജസ്, വേക്കപ്പ് ബ്യൂറോക്രാറ്റ്സ്, വേക്കപ്പ് elites of this country. കേരളം is awake. കേരളം ഉറങ്ങുകയല്ല. ഈ 10 വർഷമായിട്ടും അവർക്കിവിടെ പെനിട്രേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല. ഇപ്പോഴും 2-3 സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവായിട്ട് വയ്ക്കുന്നു. ഇത്രയും പണം ചെലവാക്കി ഇത്രയും പ്രോപ്പഗാൻഡ ചെയ്ത് കഴിഞ്ഞിട്ടും പെനിട്രേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല. BDJS എന്നൊക്കെ മറ്റ് ഓൾട്ടർനേറ്റ് പേരുകളൊക്കെ കൊണ്ടുവന്നിട്ടും പെനിട്രേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല. അപ്പോൾ ഉണരേണ്ടത് സാധാരണക്കാരല്ല, നമ്മളാണ് ഉണരേണ്ടത്. നമ്മളിത് ഇവിടെ എന്ത് നടക്കുന്നു എന്ന് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടോ? എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കുറേ കൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി ഈ നടക്കുന്ന വിപത്തിനെ, ഭീഷണിയെ വളരെ സിമ്പിളായിട്ട് ആൾക്കാരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി ആവശ്യമിരിക്കുന്നു. അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് ചില ട്രഡീഷണൽ നാരറ്റീവ്സ് ഉണ്ട്. ഇവിടെ നടക്കുന്നത് അറ്റാക്ക് ഓൺ ഡെമോക്രസി, അറ്റാക്ക് ഓൺ ലിബറലിസം, അറ്റാക്ക് ഓൺ സോഷ്യലിസം, സെക്യുലറിസം, ഇതൊക്കെ വളരെ ശരിയാണ്. പക്ഷേ ഇതൊരു സിംറ്റംസ് മാത്രമാണ്. ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു, ആര് ചെയ്യുന്നു, എന്തിന് ചെയ്യുന്നു എന്ന് ക്ലിയർ അല്ല. അപ്പം ഇതിൽ പല വിധത്തിലും നമുക്ക് നോക്കാം. ഞാൻ ഇന്ന് ബാക്കിയുള്ള ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ പോവാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ
ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് നമ്മൾ ഇത് കാണേണ്ടത് എന്ന് ഉള്ള ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈയിടെ ഹിന്ദു ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു, ഈ ബുക്ക്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒരെണ്ണം ഞാൻ എഴുതിയാണ്, ഒന്ന് രാം മാധവ് എന്ന് പറഞ്ഞ RSS എന്താണ് ഐഡിയോളോഗ്, അദ്ദേഹം എഴുതിയതാണ്. അപ്പം ഞാൻ എഴുതിയ ആർട്ടിക്കിൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനെ കുറിച്ചായിരുന്നു. അപ്പം ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് തിയറൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. പല രാജ്യങ്ങളിലും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചാൽ ഭരണഘടന എന്ന് പറയും. അപ്പോൾ ഭരണത്തിൻ്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ്, ഡിഫൈനിങ് പവർ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. ഞാൻ ആർഗ്യൂ ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതല്ല എന്നാണ്. അതാണ്, പക്ഷെ അതിനപ്പുറം വലിയൊരു ക്യാരക്ടറുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണത്? ഞാൻ കാണുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സൈറ്റ് ഓഫ് സ്ട്രഗിൾ ആയിട്ടാണ്. സൈറ്റ് ഓഫ് സ്ട്രഗിൾ, ഒരു യുദ്ധഭൂമി, സമരഭൂമിയായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ട് ഞാൻ കാണുന്നു? ഈ പ്രിയാമ്പിളിൽ, ആദ്യത്തെ ഡ്രാഫ്റ്റ് ഓഫ് പ്രിയാമ്പിൾ എഴുതിയത് ഈ ICS കാരനായ ബെനഗാൽ നരസിംഹറാവു ആയിരുന്നു. അദ്ദേഹത്തെ ഒരു അഡ്വൈസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ബാക്കി കോൺസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നോക്കി ഒരു ഡ്രാഫ്റ്റ് കമ്മിറ്റി റിപ്പോർട്ട്സ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. ആ ഡ്രാഫ്റ്റിൻ്റെ ഒരു പ്രിയാമ്പിൾ 35 വാക്കുകളുള്ള പ്രിയാമ്പിളാണ്. അതിൽ വെറുതെ പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അത് വി ദ പീപ്പിൾ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്താണ്, വി ദ പീപ്പിൾ ഹിയർ ബൈ അഡോപ്റ്റ് ആൻഡ് എനാക്ട് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ബേസിക്കലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെൻ്റ് ആണ്. അതിലൊരു ഐഡിയോളജി ഇല്ലായിരുന്നു. ഡോക്ടർ അംബേദ്കർ, ഇതൊക്കെ റെക്കോർഡഡാണ്, ഡീറ്റെയിൽസ് എൻ്റെ ആർട്ടിക്കിളിലുണ്ട്, ഞാൻ പോകുന്നില്ല. ഡോക്ടർ അംബേദ്കർ ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പുതിയ പ്രിയാമ്പിൾ എഴുതി. അത് അദ്ദേഹം സ്വയം എഴുതിയതാണ്. അതാണ് ഇപ്പം നമ്മുടെ പ്രിയാമ്പിൾ. അതിൽ 2-3 കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, പക്ഷേ ബൈ ആൻഡ് ലാർജ് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ആർട്ടിക്കിളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബൈ ആൻഡ് ലാർജ് ഇന്ന് നമുക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ അംബേദ്കർ തന്നെ എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൽ 2 വലിയ പ്രത്യേകതകളുണ്ട്. ഒന്ന്, ലോകത്തെവിടെയും ഇല്ലാത്തതുപോലെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ into a sovereign, അന്ന് സോഷ്യലിസ്റ്റ് ഇല്ല, സെക്യുലർ അന്നില്ല, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൻസ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി. ഇതിൻ്റെ വളരെ വലിയ സിഗ്നിഫിക്കൻസ് എന്താണ്? ബാക്കി എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത് വി ദ പീപ്പിൾ അല്ലെങ്കിൽ വി ദ ലെജിസ്ലേച്ചർ ഹിയർ ബൈ അഡോപ്റ്റ് ആൻഡ് എനാക്ട് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇവിടെ ഡോക്ടർ അംബേദ്കറിൻ്റെ ഭാഷ എന്താ പറയുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ, അതായത് ടു ക്രിയേറ്റ് ഇന്ത്യ. ഇതൊരു പ്രഖ്യാപനമാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് ഡിസൈഡഡ് ടു ക്രിയേറ്റ് ആൻ ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള അർത്ഥം ക്രിയേറ്റ് എന്നാണ്. ദാറ്റ് ഇന്ത്യ ഡസ് നോട്ട് എക്സിസ്റ്റ്. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് ഇന്ത്യ? ഈ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ഇന്ത്യ. അങ്ങനത്തെ ഒരു ഇന്ത്യ ഒരിക്കലും ചരിത്രത്തിൽ ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ചരിത്രം കണ്ടിട്ടില്ലാത്ത ഒരു ഇന്ത്യയെ രൂപവൽക്കരിക്കും എന്നുള്ള ഒരു സമര പ്രഖ്യാപനമാണ് നമ്മുടെ പ്രിയാമ്പിൾ. അതിൻ്റെ തുടക്കമാണ്, അത് ആദ്യത്തെ ചുവടാണ്. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ അവസാനത്തെ സ്പീച്ചിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ പറയുന്നത്, ഇനിയിപ്പോൾ നിങ്ങൾ തെരുവിൽ ഫൈറ്റ് ചെയ്യേണ്ട, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ ഫൈറ്റ് ചെയ്യൂ എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ ഒരു സമരഭൂമിയായി ട്രാൻസ്ഫോം ചെയ്തു. ഈ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ വി ദ പീപ്പിൾ ഒരു പുതിയ ഇന്ത്യ ഉണ്ടാക്കാൻ പോവുകയാണ്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ഇന്ത്യ. ആ സംരംഭമാണ്, അതിൻ്റെ പ്രോസസ്സാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ദ സ്റ്റോറി അബൌട്ട് ദ പ്ലാൻ ഫോർ ദ ക്രിയേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷന് പകരം ക്രിയേഷൻ എന്നുള്ള വാക്ക് വെച്ച് വായിച്ചാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കും. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മഹത്വം എന്താണ് എന്നറിയണമെങ്കിൽ വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് നമുക്ക് മനസ്സിലാക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ബേസ്ഡ് ഓൺ 2 principles.
ഈക്വൽ ഹ്യൂമാനിറ്റി ആൻഡ് ഈക്വൽ സിറ്റിസൺഷിപ്പ്. എല്ലാ മനുഷ്യരും ജന്മനാൽ തുല്യരാണ്. ഇങ്ങനത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ചാർട്ടർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈക്വൽ ഹ്യൂമാനിറ്റി, എല്ലാവർക്കും ഈക്വൽ ഹ്യൂമാനിറ്റിയാണ്. രണ്ടാമത് ഈക്വൽ സിറ്റിസൺഷിപ്പ്. ഒരു കാറ്റഗറി ഓഫ് സിറ്റിസനേ ഉള്ളൂ. ഇതിൻ്റെ മഹത്വം എന്താണ്? ഇവിടെ ഞാൻ വളരെ ചുരുക്കത്തിൽ പറയുകയാണ്. ഒരുപാട് ഞാൻ ഇത് ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ വർണ്ണ വ്യവസ്ഥ എന്ന് വെച്ചാൽ ഒരു ഓൾട്ടർനേറ്റ് സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്, ഒരു സിസ്റ്റം ഓഫ് റിലിജൻ അല്ല. റിലിജൻ, എല്ലാ സിസ്റ്റംസ് ഓഫ് ഗവൺമെൻറ് പലപ്പോഴും ഓത്തോറിറ്റേറിയൻ സിസ്റ്റംസ് ഓഫ് ഗവൺമെൻറ് എപ്പോഴും മതം ഉപയോഗിച്ച് ന്യായീകരിക്കും, പക്ഷെ ആക്ച്വലി മതമല്ല. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വർണ്ണവ്യവസ്ഥ ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്? എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? കാരണം വർണ്ണവ്യവസ്ഥയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? 5 കാറ്റഗറീസ് ഓഫ് സിറ്റിസൺഷിപ്പ് ഉണ്ടാക്കുകയാണ്. 1, 2, 3, 4 and 5. കാറ്റഗറി 1-ൽ പെട്ട ആൾക്കാർക്ക് അവർ സ്വയം തീരുമാനിക്കുന്ന എല്ലാ റൈറ്റ്സും അവർക്കുണ്ട്. കാറ്റഗറി 2-ൽ പെട്ട ആൾക്കാർക്ക് അതിൻ്റെ ഒരു 90% ഈ കാറ്റഗറി 1 ആൾക്കാർ കൊടുക്കുന്ന റൈറ്റ്സ്. കാറ്റഗറി 3-ക്കും അതുപോലെ കുറേ റൈറ്റ്സ് ഉണ്ട്. കാറ്റഗറി 4-നും ഉണ്ട്. കാറ്റഗറി 5-ൽ പെട്ട ഈ രാജ്യത്തെ 90% ആൾക്കാർക്ക് യാതൊരു റൈറ്റ്സും ഇല്ല, യാതൊരു സിറ്റിസൺഷിപ്പും ഇല്ല, യാതൊരു ഹ്യൂമാനിറ്റിയും ഇല്ല. അക്കോർഡിംഗ് ടു ഡിസ്ക്രിഷൻ നമ്മൾ പോയി യാചിച്ചാൽ നമുക്ക് വല്ലതും തരും, അതെടുക്കുക. അതുകൊണ്ടാണ് ഇവരെപ്പോഴും റൈറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നത്. ബിക്കോസ് ഈ റൈറ്റ്സും വർണ്ണവ്യവസ്ഥയും തമ്മിൽ പൊരുത്തപ്പെടില്ല. വർണ്ണവ്യവസ്ഥയിൽ ഈ കാറ്റഗറി 1, 2, 3, 4 അല്ലാതെ ആർക്കും റൈറ്റ്സ് ഇല്ല. അവർ മനുഷ്യർ പോലുമല്ല. ഈ കാറ്റഗറൈസേഷൻ ഉണ്ടാവുന്നത് പുരുഷ സൂക്തത്തിൻ്റെ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ്. 4 ജന്മരീതികൾ പറയുന്നു. ചലയെന്നും തോടെന്നും തുടയെന്നും കാലെന്നും. ആ ഓരോ ജന്മരീതിക്ക് പേര് കൊടുക്കുന്നു. ഓരോ ജന്മരീതിയുള്ള 4 സ്പീഷീസിന് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന പേരുകളും കൊടുക്കുന്നു. ആ സ്ട്രക്ചർ വെച്ചിട്ട് 5 തരത്തിലുള്ള സിറ്റിസൺഷിപ്പ് ഉണ്ടാക്കുന്നു. ഇതിനെ തകർക്കാൻ വേണ്ടിയാണ് ഡോക്ടർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈക്വൽ ഹ്യൂമാനിറ്റി, ഋഗ്വേദ പുരുഷ സൂക്തം അനുസരിച്ച് കാറ്റഗറി 1, 2, 3, 4 പെടാത്ത ആൾക്കാർക്ക് ജന്മരീതിയില്ല എന്ന് വെച്ചാൽ അവർക്ക് ജന്മമില്ല, അവർ മനുഷ്യരല്ല. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും ഈക്വൽ ഹ്യൂമാനിറ്റി കൊടുക്കുന്നു. ഒരു കാറ്റഗറി ഓഫ് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നു. കാറ്റഗറി 1, 2, 3, 4 അബോളിഷ് ചെയ്യുന്നു. ഈ കാറ്റഗറി 1, 2, 3, 4 കാറ്റഗറി ഓഫ് സിറ്റിസൺഷിപ്പിൽ എങ്ങനെയാണ് നമ്മൾ വരുന്നത്? നമ്മൾ ജന്മനാൽ നമ്മൾ ജനിക്കുന്ന പേരൻസ് ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്, ഒരു സമുദായത്തിൻ്റെ ഭാഗമാണ്. ആ സമുദായത്തിനെ കാറ്റഗറൈസ് ചെയ്യും. ഡയറക്റ്റ്ലി കാറ്റഗറിയിൽ സമുദായത്തിൻ്റെ ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ നമ്മൾ ജനിക്കുന്ന അച്ഛനും അമ്മയുടെയും ഒരു സമുദായമുണ്ട്. അത് മാൻഡറ്ററി ആയിട്ട് നമുക്ക് എടുത്തേ പറ്റൂ. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്? ഇല്ല. ഫ്രീഡം ഓഫ് അസോസിയേഷൻ ഉണ്ട്. ജനിക്കുന്ന സമുദായത്തിൽ യു ആർ നോട്ട് കമ്പൽ ടു സ്റ്റേ ഇൻ ദറ്റ്. ഞാൻ ജനിക്കുന്ന അച്ഛനും അമ്മയുടെ സമുദായം എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിനെ എനിക്ക് റിജക്റ്റ് ചെയ്യാം. ഏത് സമുദായം എന്നെ അക്സെപ്റ്റ് ചെയ്താലും എനിക്ക് അവിടെ പോകാം. അപ്പോൾ ഈ ഭരണവ്യവസ്ഥയുടെ നമ്പർ 1 പില്ലറിനെ ഇല്ലാതാക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്രീഡം ഓഫ് അസോസിയേഷനിലൂടെ ജന്മനാൽ ഒരു സമുദായത്തിൽ ജനിക്കുന്നു, ആ സമുദായത്തിന് കാറ്റഗറൈസ് ചെയ്താൽ ആ കാറ്റഗറിയുടെ സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്ന സിസ്റ്റം. അപ്പോൾ ആദ്യം ഈ സമുദായ ഐഡൻറ്റിറ്റി ഇല്ലാതാക്കുന്നു, കമ്പൽസറി ഐഡൻറ്റിറ്റി ഇല്ലാതാക്കുന്നു. രണ്ടാമത് കാറ്റഗറൈസേഷൻ ഇല്ലാതാക്കുന്നു. ഒരു കമ്മ്യൂണിറ്റിയും കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കാറ്റഗറിയിലും പെടുത്തുന്നില്ല. മൂന്നാമത് കാറ്റഗറീസിനെ തന്നെ ഇല്ലാതാക്കുന്നു. അങ്ങനെ വർണ്ണവ്യവസ്ഥയുടെ 3 അടിസ്ഥാന പില്ലറിനെയും കോൺസ്റ്റിറ്റ്യൂഷൻ തകർക്കുകയാണ്. ഈ ഭരണഘടനയ്ക്കും വർണ്ണവ്യവസ്ഥയ്ക്കും ഒന്നിച്ച് നിലനിൽക്കാൻ പറ്റില്ല. നമ്മുടെ ലെഫ്റ്റ് ഇൻ്റലക്ച്വൽസ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഈ വർണ്ണവ്യവസ്ഥ എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ സിസ്റ്റം ഓർ റിലീജിയസ് സിസ്റ്റം അല്ല. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഓളിഗാർക്കി. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അൺഈക്വൽ സിറ്റിസൺഷിപ്പ്.
ഇതിൽ നിന്നും ഈ 1, 2, 3, 4 ആണ് ഒരു ഓളിഗാർക്കി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1930 ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്, ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഈ ഓളിഗാർക്കിയാണ് ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ആ ഓളിഗാർക്കിയുടെ പ്രിവിലേജ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എൻറ്റയർ ഹിന്ദുത്വ മൂവ്മെൻറ്റും സംഘപരിവാറും എല്ലാവരും ശ്രമിക്കുന്നത്. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഈ 17% വോട്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് ഈ ഭരണഘടന ഇല്ലാതാക്കണം. ഭരണഘടന ഇല്ലാതാക്കിയാൽ നമുക്ക് ഈക്വൽ സിറ്റിസൺഷിപ്പ് ഇല്ല, നമുക്ക് ഈക്വൽ റൈറ്റ്സ് ഇല്ല. ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രെറ്റേണിറ്റി, ഡിഗ്നിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സ്വാഭിമാനം, ഈ റൈറ്റ്സ് എല്ലാം നമുക്ക് ഇല്ലാതാകും. നമ്മൾ വീണ്ടും നാരായണ ഗുരു പറഞ്ഞതുപോലെ പോയതെല്ലാം തിരിച്ചു വരും. നമ്മൾ വീണ്ടും ഈ കാറ്റഗറി 5-ൽ ഒരു റൈറ്റ്സും ഇല്ലാത്ത സിറ്റിസൺസായി മാറും. അത് അങ്ങനത്തെ ഒരു സമൂഹത്തിനെ തിരിച്ചു കൊണ്ടുവരാനാണ് ഇത് എന്താണ് വിഴിഞ്ഞത്ത് സമഗ്ര വികസനം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കണ്ണിൽ പൊടിയിട്ട് നമ്മളുടെ വോട്ട് എടുത്തിട്ട് നമ്മുടെ ഈ ഈക്വൽ അവർ ഉന്നം ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ അല്ല, ഈക്വൽ സിറ്റിസൺഷിപ്പിനെയാണ്. സമ പൗരത്വം, സമ മനുഷ്യത്വം, അതാണ് ഇവരുടെ ടാർഗറ്റ്. ഇവർ പവറിൽ വന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് തിരിച്ച് ഈ സമപൗരത്വത്തിനെയും സമമനുഷ്യത്വത്തിനെയും ഇല്ലാതാക്കും. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ഒരു ആഫ്രിക്കയിൽ ഒരു സെയിങ് ഉണ്ട്, ഒരു ആട്ടിൻകുട്ടി ചെന്നായെ പേടിച്ച് ആട്ടിടേൻ്റെ അടുത്ത് നിൽക്കും. ആട്ടിടയൻ ആഹാരം കൊടുക്കും, ചെന്നായിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും, അടുത്ത് സൂക്ഷിച്ച് വെക്കും. പക്ഷേ ചെന്നായ്ക്ക് മനസ്സിലാത്തത് എന്താണ്? അവസാനം ഈ ആട്ടിൻകുട്ടിക്ക് മനസ്സിലാത്തത് എന്താണ്? അവസാനം ആട്ടിൻകുട്ടിയെ കൊന്നു തിന്നാൻ പോകുന്നത് ചെന്നായി അല്ല, ആട്ടിടയനാണ്. പക്ഷെ ആട്ടിടയൻ ഈ വിഴിഞ്ഞം ഹാർബറും സമഗ്ര വികസനവും ഒക്കെ തരാമെന്ന് പറഞ്ഞ് കൂടെ നിർത്തിയിട്ട് അവസാനം കൊന്നു തിന്നാൻ പോകുന്നത് ഈ ആട്ടിൻകുട്ടിയാണ്. അപ്പം ഈ നമ്മുടെ ഈ സമരം ഈക്വൽ സിറ്റിസൺഷിപ്പ് ആൻഡ് ഈക്വൽ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയാണ്. അത് ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് ഈ രാജ്യത്ത് ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കറുടെ 1950 കോൺസ്റ്റിറ്റ്യൂഷനിൽ അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ് ആയിട്ട് അദ്ദേഹം ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇരുന്നിട്ട് ഈ അനൈഹിലേഷൻ ഓഫ് കാസ്റ്റിന് വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഇതിലിട്ടപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദളിത് MPs അല്ലാതെ വേറെ ആർക്കും ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള ബുദ്ധി ഉണ്ടായിരുന്നോ എന്ന് സംശയമാണ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി പോലും കാണില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇദ്ദേഹം വർണ്ണ വ്യവസ്ഥയുടെ ഫൗണ്ടേഷനെ തകർക്കുകയാണ്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ബാബാ സാഹേബ് അംബേദ്കർ. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ഈ പ്രിയാമ്പിൾ എഴുതുന്നത്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ, ടു ക്രിയേറ്റ് ഇന്ത്യ. ആ പുതിയ ഇന്ത്യയാണ് പിന്നെ ആർട്ടിക്കിൾ 1 പറയുന്നത്, ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത്. ആ ഭാരത് ആ പുതിയ ഇന്ത്യയാണ്, അല്ലാതെ പഴയ ഭാരതമല്ല. ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് എന്നാണ്, ഭാരത് ദാറ്റ് ഇസ് ഇന്ത്യ എന്നല്ല എഴുതിയിരിക്കുന്നത്. ആ പുതിയ ഇന്ത്യയെ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പ്രിയാമ്പിൾ പറയുന്നു. ആ പുതിയ ഇന്ത്യയുടെ ഒരു പര്യായമായി ഭാരത് എന്ന് വെക്കുന്നു. അപ്പം നമ്മുടെ ഈ പുതിയ ഇന്ത്യ ഏത് ഇന്ത്യയാണ്? ഇന്ത്യ വിത്ത് ഈക്വൽ ഹ്യൂമാനിറ്റി ആൻഡ് ഈക്വൽ സിറ്റിസൺഷിപ്പ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് 2 പോസിബിലിറ്റീസാണ്. ഗോൾവൽക്കറിൻ്റെ ഇന്ത്യ അല്ലെങ്കിൽ അംബേദ്കറിൻ്റെ ഇന്ത്യ. ഗോൾവൽക്കറിൻ്റെ ഇന്ത്യ ബേസ്ഡ് ഓൺ അൺഈക്വൽ ഹ്യൂമാനിറ്റി ആൻഡ് അൺഈക്വൽ സിറ്റിസൺഷിപ്പ് ആൻഡ് സ്ലേവറി ഫോർ 90% ഓഫ് ദ പീപ്പിൾ. ഓർ അംബേദ്കർസ് ഇന്ത്യ based on equal humanity and equal citizenship and equal rights, liberty, equality, fraternity and dignity. ഇത് നമ്മുടെ ചോയ്സാണ്. എനിക്കൊരു സംശയമില്ലാത്തത്, ഇവർക്ക് ഈ പ്രോഗ്രസ് ചെയ്യാൻ ഒക്കാത്തത് ഈ രാജ്യത്തെ സാധാരണക്കാർ അവർ ഒരിക്കലും ഉറങ്ങിയിട്ടില്ല. അവരോട് എണീക്കണം എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. അവരാണ് ഈ പുതിയ ഇന്ത്യയുടെ സങ്കല്പം അവരാണ് ഉണ്ടാക്കിയത്. അവരിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച, ഒരു അൺടച്ചബിൾ ആയി ജനിച്ച ബാബാ സാഹബ് ഭീംറാവ് അംബേദ്കർ ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. അവരോട് ഉടരണം എന്ന് നമുക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. ഈ എലീറ്റിനോടാണ് നമ്മൾ പറയേണ്ടത്, നിങ്ങൾ ഡു യു സപ്പോർട്ട്, ഡു യു വോണ്ട് ഗോൾവൽക്കേഴ്സ് ഇന്ത്യ ഓർ അംബേദ്കേഴ്സ് ഇന്ത്യ? ഇതിപ്പോൾ നെഹ്റുവിൻ്റെ ഇന്ത്യയുടെ കാലം കഴിഞ്ഞു.
ഗാന്ധിയുടെ ഇന്ത്യയുടെ കാലം കഴിഞ്ഞു. ഒരു സമയത്ത് ഗോൾവൽക്കർസ് ഇന്ത്യ വേഴ്സസ് നെഹ്റൂസ് ഇന്ത്യ, ആദ്യം ഗാന്ധീസ് ഇന്ത്യ, പിന്നെ നെഹ്റൂസ് ഇന്ത്യ, ഇപ്പം അതെല്ലാം പോയി. ഇന്നത്തെ ഫൈറ്റ് ഇസ് ബിറ്റ്വീൻ ഗോൾവൽക്കർസ് ഇന്ത്യ ആൻഡ് അംബേദ്കർസ് ഇന്ത്യ. ആൻഡ് അതിൽ നമ്മൾ കാണേണ്ട അതിൻ്റെ ഈ വർണ്ണവ്യവസ്ഥയുടെ ഒരു പര്യായമാണ്, പല ബ്രാൻഡ് നെയിംസ് ഉണ്ട്. ആ ഒരു ബ്രാൻഡ് നെയിമാണ് ഹിന്ദു എന്നുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ വേഗായിട്ടുള്ള, വളരെ സ്ലിപ്പറി ആയിട്ടുള്ള, പല അർത്ഥങ്ങളുമുള്ള ഒരു വാക്കിനെ ഉപയോഗിച്ച് ഈ വർണ്ണവ്യവസ്ഥയുടെ ഒരു പര്യായമാക്കി ഹിന്ദുത്വ, സനാതന ധർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ടു ബ്രിങ് ബാക്ക് എ സിസ്റ്റം ഓഫ് അൺഈക്വൽ സിറ്റിസൺഷിപ്പ് ആൻഡ് അൺഈക്വൽ ഹ്യൂമാനിറ്റി നടക്കുകയാണ്. അതിനെ എങ്ങനെ പ്രതിരോധിക്കണം, ഈ ഹിന്ദു എന്നുള്ള കോൺസെപ്റ്റിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, അതിൽ ഏറ്റവും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു ഗൈഡൻസ് കിട്ടുന്നത് ബാബാ സാഹേബ് അംബേദ്കറിൽ നിന്നും നാരായണ ഗുരുവിൽ നിന്നാണ്. RSS ഉദ്ഘാടനം ചെയ്യുന്ന 11-ാം ദിവസം സെപ്റ്റംബർ 27, 1925 RSSന്റെ ഫൗണ്ടേഷൻ ഉണ്ടാകുന്നു. ഒക്ടോബർ 8-ാം തീയതി 1925 11-ാം ദിവസം നാരായണ ഗുരു കേരള കൗമുദിയിൽ ഒരു സംവാദം CV കുഞ്ഞിരാമനുമായിട്ട് പബ്ലിഷ് ചെയ്യുന്നു. അതിൽ നാരായണ ഗുരു പറയുന്നു, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. ഹിന്ദു എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഹിന്ദു എന്ന് പറയുന്നത് 11 ആര്യൻ മതങ്ങളുടെ പൊതുപ്പേരാണ്, അല്ലാതെ ഒരു മതമല്ല, പൊതുപ്പേരാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അദ്ദേഹം ബാബാ സാഹേബ് അംബേദ്കർ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് 56-ൽ മരിക്കുന്നു. 54-55 2 വർഷം എടുത്ത് അദ്ദേഹം റിഡിൽസ് ഓഫ് ഹിന്ദുയിസം എന്നൊരു ബുക്ക് എഴുതി. അത് ഹിന്ദുസ് അതിനെ എടുത്ത് ഡിസ്ട്രോയ് ചെയ്യുമെന്ന് പറഞ്ഞ് 4 കോപ്പി മാനുസ്ക്രിപ്റ്റ് ഉണ്ടാക്കി. 4ഉം ഇല്ലാതെയായി. പിന്നെ ആ ഡ്രാഫ്റ്റിംഗ് നോട്ട്സിൽ നിന്നും അതിനെ വീണ്ടെടുത്ത് അത് മഹാരാഷ്ട്ര ഗവൺമെൻറ് കുറേ കൊല്ലം മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നെറ്റിൽ അവൈലബിൾ ആണ്. റിഡിൽസ് ഓഫ് ഹിന്ദുയിസം. അതിൽ അദ്ദേഹം ഈ ഹിന്ദുയിസത്തിനെ കുറിച്ചുള്ള വൈരുദ്ധ്യങ്ങൾ, ഹിന്ദുയിസത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം തിയററ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ ഗുരുവിൻ്റെ എക്സ്പ്ലനേഷൻ ഓഫ് ഹിന്ദുയിസം, അംബേദ്കറിൻ്റെ എക്സ്പ്ലനേഷൻ ഓഫ് ഹിന്ദുയിസം, ഇതെല്ലാം നമ്മൾ പബ്ലിക് ഡിസ്കോഴ്സിൽ കൊണ്ടുവന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. എന്താണ് ഈ ഹിന്ദുത്വ മൂവ്മെൻറ്റ്? നമ്മൾ ആരുടെയും മതത്തിനെതിരല്ല. ഗുരു പറഞ്ഞതുപോലെ എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുണ്ട്. അവർ എന്തിൽ വേണമെങ്കിലും വിശ്വസിച്ചോട്ടെ. പക്ഷെ മറ്റുള്ള ആളുകളെ ആ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അവരെ കമ്പൽ ചെയ്യാൻ പാടില്ല. അത് ഇപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ മതമാണെന്ന് പറയാൻ പാടില്ല. ഇതെന്താണെന്ന് ക്ലാരിറ്റി വേണം. എന്താണെന്നുള്ള ക്ലാരിറ്റി നമുക്ക് മനസ്സിലാക്കുന്ന എന്താണ് ഈ കോൺസെപ്റ്റ്. നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ അറ്റാക്ക് ചെയ്ത് അൺഈക്വൽ സിറ്റിസൺഷിപ്പും അൺഈക്വൽ ഹ്യൂമാനിറ്റിയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ പ്രയോഗം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഡോക്ടർ അംബേദ്കറിൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഇതിൻ്റെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണം, മനസ്സിലാക്കണം. അങ്ങനെ നമുക്കിതിനെ കൗണ്ടർ ചെയ്യാൻ ഒക്കും. പക്ഷേ ജനങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് പ്രോഗ്രസ് ചെയ്യാൻ ഒക്കാത്തത്. ഡോക്ടർ അംബേദ്കറിൻ്റെയും ഗുരുവിൻ്റെയും മഹാത്മാ ഫൂലെയുടെയും ഒക്കെ അയ്യങ്കാളിയുടെയും ഒക്കെ പ്രവൃത്തികളെയും ചിന്തകളെയും നമ്മൾ നോർത്ത് ഇന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിലും ബോധവൽക്കരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് കൗണ്ടർ ചെയ്യാൻ ഒക്കുള്ളൂ. അല്ലാതെ മറ്റൊരു കൗണ്ടർ ഇതിന് ഒരു നാരറ്റീവ് നമുക്കില്ല. ഇതിൽ നിന്നും ഇവരുടെ അനാലിസിസിൽ നിന്ന് വരുന്നത് നമ്മളുടെ ഒരു സ്ട്രഗിൾ ഫോർ ഈക്വൽ ഹ്യൂമാനിറ്റി ആൻഡ് ഈക്വൽ സിറ്റിസൺഷിപ്പാണ്. ഒരു മതത്തിനെതിരെയുമുള്ള സ്ട്രഗിളല്ല, ആരുടെയും എതിരെയുള്ള സ്ട്രഗിളല്ല. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മളുടെ തുല്യ മനുഷ്യത്വത്തിനും തുല്യ പൗരത്വത്തിനും ഉള്ള ഒരു സ്ട്രഗിളാണ്. ആ സ്ട്രഗിൾ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അത് കോംപ്രമൈസ് ചെയ്താൽ നമ്മളുടെ വരും മുറകൾക്ക് യാതൊരു ഭാവിയും ഇല്ലാതാവും. അപ്പോൾ ആ മെസ്സേജ് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.